അറിയണേ, റബ്ബിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് മാത്രമാണ് ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുക. മറ്റൊന്നും സമാധാനം കിട്ടില്ല. സമാധാനത്തിൻ്റെ മാർഗം ബിരിക്കില്ല. അള്ളാഹിനെ പറ്റി ഓർക്കുക, അള്ളാഹിനെ സ്മരിക്കുക, റബ്ബിനെ കുറിച്ച് പറയുക. അതല്ലാത്ത സമാധാനത്തിൻ്റെ വഴിയില്ല. കുറേ പണമുണ്ടായാൽ സമാധാനം ഉണ്ടാവില്ല. വലിയ വീടുണ്ടായാൽ മാത്രം സമാധാനം ഉണ്ടാവുകയില്ല. വലിയ സ്ഥാനമാനം ഉണ്ടായാൽ സമാധാനം കിട്ടുകയില്ല. അതേപോലെ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയാലും സമാധാനം കിട്ടുകയില്ല. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ദിക്റുള്ള കൊണ്ടാണ് പടച്ചോനെ പറ്റിയുള്ള ഓർമ്മ, റബ്ബിനെ കുറിച്ച് പറയും, എപ്പോഴും അത് വർദ്ധിപ്പിക്കുക. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ബഹുമാനായ താബിഈ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് 110 വഫാത്തായ ബസറക്കാരനാണ് അദ്ദേഹം. 400ഓളം സഹാബിമാരെ അല്ലെങ്കിൽ 500ഓളം സഹാബിമാരെ എന്നും അഭിപ്രായമുണ്ട്. കണ്ട് അവരിൽ നിന്ന് മതം പഠിച്ച താബിഈയാണ് ഹസൻ ബസ്രി. 500ഓളം സഹാബിമാരെ കണ്ടാണ്. ആ ഹസൻ ബസ്രിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ അഹ്ലുസുന്നയുടെ ഏറ്റവും വലിയ നെടുന്തൂണ്. മുഅ്തസിലിയാക്കൾ രംഗത്ത് വന്നപ്പോൾ മുഅ്തസിലിയാക്കൾക്ക് വഴിപിഴച്ചുവെന്ന സമുദായത്തെ ബോധ്യപ്പെടുത്താൻ അഹ്ലുസുന്നയ്ക്ക് നേതൃത്വം വഹിച്ച അന്നത്തെ ഏറ്റവും വലിയ അഹ്ലുസുന്ന നേതാവ് ഹസൻ ബസ്രിയാണ്. അദ്ദേഹത്തിന് ഇടയ്ക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, വലിയ ക്ഷാമമാണ്, വരൾച്ചയാണ്, വല്ലാത്ത ബുദ്ധിമുട്ടാണ്, എന്തെങ്കിലും പരിഹാരം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അലൈക ബിൽ ഇസ്തിഗ്ഫാർ, ഈ ഇസ്തിഗ്ഫാർ ചെയ്തോ, പാപമോചനത്തിനായി തേടിക്കുക. മറ്റൊരാൾ പിന്നെ വന്നിട്ട് അദ്ദേഹം പരാതി പറഞ്ഞു, ഫഖർ, ദാരിദ്ര്യമാണ്, വല്ലാത്ത പ്രയാസമുണ്ട്, ദാരിദ്ര്യമാണ്. അദ്ദേഹത്തോടും പറഞ്ഞു, നീ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോ. മൂന്നാമതൊരാൾ വന്ന് പരാതി പറഞ്ഞത്, കല്യാണം കഴിഞ്ഞ് കുറേ ആയി, പക്ഷേ കുട്ടികളുണ്ടായിട്ടില്ല, മക്കളില്ല. അപ്പോഴും ഹസൻ ബസ്രി പറഞ്ഞു, ഇസ്തിഗ്ഫാർ ചെയ്തു. നാലാമതാൾ വന്നിട്ട് പറഞ്ഞത്, കച്ചവടക്ക മോശ, കൃഷിയൊക്കെ നശിക്കുന്നു, സമ്പത്തിന് വലിയ പരീക്ഷണമാണ്. അദ്ദേഹം പറഞ്ഞത്, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചു. ശിഷ്യന്മാർ ചോദിച്ചു, അല്ല സാറേ, എന്താ ഇപ്പോൾ ആര് എന്ത് വന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഒറ്റ മറുപടിയാണല്ലോ, എല്ലാത്തിനും പറയും ഇസ്തിഗ്ഫാറാണ്, എന്താ അങ്ങനെ? അദ്ദേഹം പറയും, എൻ്റെ അടുത്ത് വേറെ പരിഹാരമൊന്നുമില്ല, അല്ലാഹ് പറഞ്ഞ പരിഹാരം ഇതാണ്. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുകും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ. നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിക്കുമെങ്കിൽ ആകാശം സമൃദ്ധമായി മഴ നൽകും, സമ്പത്ത് നൽകിയത് സഹായിക്കും, സന്താനത്തിൽ നൽകി സഹായിക്കും, നിങ്ങൾക്ക് അല്ലാഹു പാപമോചനം നൽകും. ഗഫാറാണ്, ഏറെ പൊറുക്കുന്നവനാണ്. അതേപോലെ ജന്നാത്തിൻ വൻഹാറ, അരുവികളും തോട്ടങ്ങളും അല്ലാഹു തആല നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. ഇതിനെല്ലാം അല്ലാഹു പരിഹാരം പറഞ്ഞത് ഇസ്തിഗ്ഫാറാണ്. ഈ ആയത്തോടിയിട്ടാണ് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് ആ പരിഹാരം പ്രവർത്തിച്ച തഫ്സീർ ഖുർത്തുബിയിൽ സൂറത്ത് നൂഹിലെ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച് നമുക്കത് കാണാൻ കഴിയും. സഹോദരങ്ങളെ, അള്ളാഹിനെ പറ്റി എപ്പോഴും സ്മരിക്കുക, ദിക്ർ വർദ്ധിപ്പിക്കുക, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അസ്തഗ്ഫിറുല്ലാഹി അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം തുടങ്ങിയ റബ്ബിനെ സ്മരിക്കുന്ന ദിക്റുകൾ അത് എപ്പോൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാ സമയത്തും ജീവിതത്തിൻ്റെ ഭാഗമായി മാറട്ടെ.